ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. എല്ലാവരെയും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ കത്തിരിക്ക കൊണ്ട് വളരെ ടേസ്റ്റിയായ ഒരു പച്ചടി ഉണ്ടാക്കുന്നതാണ്. പതിവ് പച്ചടികളിൽ നിന്ന് വ്യത്യസ്തമായി വേനൽക്കാലത്ത് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റാവുന്ന ഈ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പച്ചടിയിലേക്കായിട്ട് ഞാനിവിടെ 4 കത്തിരിക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. വളരെ വലിപ്പത്തിലുള്ളതല്ല, ചെറുതായിരിക്കണം, എന്നാൽ തീരെ ചെറുതുമല്ല. ഇതൊരു വെറൈറ്റി കത്തിരിക്കയാണ്. ഇതിൻ്റെ പുറത്ത് വരയോട് കൂടിയുള്ള ഒരു ഡിസൈനൊക്കെ ഉണ്ട്. ഇതിവിടെ ഇങ്ങനെ കിട്ടുന്നതാണ്. കത്തിരിക്കയുടെ ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റിനൊന്നും മാറ്റമൊന്നുമില്ല. സീഡില്ലാത്ത കത്തിരിക്കയാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. എല്ലാ കത്തിരിക്കയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാം. ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ്. കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2, നിങ്ങൾക്ക് എത്രയാണോ അത്ര വേണ്ടത്, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും നേരത്തെ അരിഞ്ഞു വെച്ച് കത്തിരിക്ക കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒരു 3-4 മിനിറ്റ്, അതായത് നല്ലതുപോലെ കുക്കാകുന്ന വിധത്തിൽ അടച്ചൊന്ന് വേവിക്കണം. ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം. കത്തിരിക്ക കഷ്ണങ്ങളെല്ലാം ഇവിടെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓയിൽ കുറച്ച് ഒഴിച്ചത് കൊണ്ടാണ് അധികം എണ്ണമയമില്ലാതെ കാണുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിവിടെ നിന്ന് തണുക്കട്ടെ. ഇനി കടുക് താളിക്കാൻ വേണ്ടി എല്ലാം ഫ്രൈ ചെയ്യാം. ഇതിലേക്കായിട്ട് ചെറിയൊരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കടുകും അതുപോലെ തന്നെ 1/2 സ്പൂൺ ജീരകവും ഒരു 5-6 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ 3 ഉണക്കമുളകിൻ്റെ കഷ്ണങ്ങളും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തു. കടുക് താളിച്ചു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളെടുക്കാം. അതിലേക്ക് ഏകദേശം 300 ml തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇതിനെ സ്പൂൺ വെച്ച് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തു. തൈര് സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ കത്തിരിക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് 1/2 സ്പൂണോളം ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു വിപ്പർ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കത്തിരിക്ക കഷ്ണങ്ങളാണ്. കത്തിരിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് താളിച്ചതാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കത്തിരിക്ക പച്ചടി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അതുപോലെ പതിവ് പച്ചടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രുചികരമായ ഈ പച്ചടി സദ്യകൾക്കും ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.